നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂൺ 18, 2025 ബുധൻ. വാർത്തകളിലേക്ക്. നിരുപാധികം കീഴടങ്ങാൻ ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല ഖുമേനി എവിടെയാണ് ഒടുവിൽ കഴിയുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹം ഒരു അനായാസ ലക്ഷ്യമാണെന്നും പക്ഷേ അദ്ദേഹത്തെ വധിക്കില്ലെന്നും എന്നാൽ ഇറാൻ നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണത്തിൽ US പങ്കുചേരണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മധ്യപൂർവ്വ ദേശത്തേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ US നീക്കം തുടങ്ങിയ റിപ്പോർട്ടുകൾ. F-16, F-22, F-35 യുദ്ധവിമാനങ്ങളാണ് US വിന്യസിക്കുന്നതെന്നാണ് സൂചന. വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാവശ്യമായ ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷമേഖലയിലേക്ക് തിരിച്ചുവെന്നും സൂചനയുണ്ട്. അതേസമയം ഇറാന്റെ ഭൂഗർഭ കേന്ദ്രത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനാവശ്യമായ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ USൽ നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ പരിപാടികളും ബിംബങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് ഗവർണറെ അറിയിക്കണമെന്ന് കൃഷിവകുപ്പ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. അതേസമയം രാജ്ഭവനിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ അറിയിച്ചാകാമെന്നും തന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിട്ടില്ലെന്നും കൃഷി മന്ത്രി P. പ്രസാദ് പറഞ്ഞു. സംസ്ഥാനത്താകെ വിവാഹ ചടങ്ങുകളിലും മൂന്നാർ അടക്കമുള്ള 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. 5 ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളടക്കം നിരോധിച്ചു. ഉത്തരവ് നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയും തദ്ദേശ വകുപ്പ് സെക്രട്ടറിയും നടപടിയെടുക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് P. ഗോപിനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾ, 2 ലിറ്റർ താഴെയുള്ള ശീതള പാനീയ കുപ്പികൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് പ്ലേറ്റ്, കപ്പ്, ബേക്കറികളിൽ ഉപയോഗിക്കുന്ന ബോക്സുകൾ എന്നിവ സംസ്ഥാനത്ത് ഒരിടത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കരുതെന്നാണ് ഉത്തരവിൽ ഉള്ളത്. വിവാഹ ചടങ്ങുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലും ഇവ ഉപയോഗിക്കുന്ന വ്യവസ്ഥ ലൈസൻസിൽ ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇടുക്കിയിലെ മൂന്നാർ, തേക്കടി, വാഗമൺ, തൃശ്ശൂരിലെ ആതിരപ്പള്ളി, ചാലക്കുടി, ആതിരപ്പള്ളി സെക്ടർ, പാലക്കാട്ടെ നെല്ലിയാമ്പതി, വയനാട്ടിലെ പൂക്കോട് തടാകം, വൈത്തിരി, സുൽത്താൻ ബത്തേരി, കർളാട് തടാകം, ആമ്പലവയൽ, ഹെറിറ്റേജ് മ്യൂസിയം എന്നീ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ ഉത്തരവുകൾ ബാധകമാണ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത 24 മണിക്കൂറിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കുട്ടിക്കലാശത്തിന്റെ ആവേശ കടലിരുമ്പം. പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറിൽ റോഡ് ഷോയുമായി LDF, UDF, BJP സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ പ്രചരണം കൊഴുപ്പിച്ചു. സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും 4 മണിയോടെ കുട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് എത്തി. 6 മണിയോടെ കുട്ടിക്കലാശം സമാപിച്ചു. അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നിട്ടുണ്ടെന്നും അത് അടിയന്തരാവസ്ഥ ഘട്ടമായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDFനെ പിന്തുണച്ചത് ഓർമ്മിച്ചപ്പോഴായിരുന്നു ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചതെന്നും അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നതെന്നും അത് ഇവിടെ ആണെന്നും ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടകകക്ഷിയാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രീയ സമാജ് ദൾ സ്ഥാനാർത്ഥി N. ജയരാജൻ. വിശ്വകർമ്മ ഐക്യവേദി ചെയർമാനും KK ചന്ദ്രനും PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന PV അൻവർ ഷൗക്കത്ത് തോൽക്കുമെന്നും സ്വരാജ് 30,000 വോട്ടേ കിട്ടുമെന്നും പറഞ്ഞു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൈക്കൂലി പരാമർശത്തിൽ പ്രതിപക്ഷത്തിനെതിരെ കുട്ടിക്കലാശത്തിനിടെ രൂക്ഷ വിമർശനമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. സ്വരാജ്. EK ഐമുവിന്റെ നാടകത്തിന്റെ പേര് പരാമർശിച്ചായിരുന്നു വിമർശനം. ഇജ്ജ് നല്ല മനസ്സാകാൻ നോക്ക് എന്നാണ് M. സ്വരാജ് പറഞ്ഞത്. ഈ നാട് ഇടതുമുന്നണിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. കാസർഗോഡ് ചെർക്കളയിൽ ദേശീയപാത 66 തകർന്ന സംഭവത്തിൽ നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിക്കെതിരെ കടുത്ത നടപടിയുമായി ദേശീയപാത അതോറിറ്റി. നിർമ്മാണ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നത് വിലക്കിന് പുറമെ 9 കോടി പിഴയും അടയ്ക്കണം. ഭാവിയുള്ള നിർമ്മാണ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് കമ്പനിയെ വിലക്കിയത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് സ്ഥലം മാറ്റിയത്. കേരളത്തിൽ നിന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്കാണ് മാറ്റിയത്. ED അസിസ്റ്റന്റ് ഡയറക്ടറെ 1ാം പ്രതിയാക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസെടുത്തത്.
പുറംകടലിൽ ചരക്ക് കപ്പലിൽ തീപിടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503 തീപിടുത്തത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പലിന്റെ ഉടമയും കപ്പലിന്റെ ക്യാപ്റ്റനെയും കപ്പലിലെ ജീവനക്കാരെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു വിവരപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ്. സംസ്ഥാനത്തെ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനതല +1 പ്രവേശനോത്സവം രാവിലെ 9 മണിക്ക് തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഗവൺമെന്റ് ബോയ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ആകെ 2,42,533 കുട്ടികളാണ് +1 പ്രവേശനം നേടിയിട്ടുള്ളത്. കണ്ണൂർ നഗരത്തിൽ 56 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു തെരുവ് നായയുടെ ആക്രമണം. പരിക്കേറ്റിൽ 4 പേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂർ നഗരത്തിലെ ബസ് സ്റ്റാൻഡിലെ പരിസരത്ത് നിന്നാണ് രാവിലെ തെരുവുനായയുടെ വിളയാട്ടമുണ്ടായ. നായയെ പിടികൂടുന്നതിനായി കോർപ്പറേഷൻ ജീവനക്കാർ തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം തിരൂരിൽ കൈക്കുഞ്ഞിനെ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റ തമിഴ്നാട് സ്വദേശികൾ കസ്റ്റഡിയിൽ. അമ്മയും 2 അച്ഛനും ചേർന്നാണ് 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിറ്റത്. തിരൂർ പോലീസാണ് കുഞ്ഞിനെ വീണ്ടെടുത്തത്. കുഞ്ഞിന്റെ അമ്മ കീർത്തന, 2 അച്ഛൻ ശിവ, കുട്ടിയെ വാങ്ങിയ തമിഴ്നാട് സ്വദേശി ആദിലക്ഷ്മി, ഇടനിലക്കാരിയായ സെന്തിൽകുമാർ, പ്രേമലത എന്നിവരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ഇടുക്കി ചെല്ലാർകോവിൽ ആണ് അപകടമുണ്ടായത്. ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചിട്ട അപകടത്തിൽ അണക്കര ഉദയഗിരിമേട് സ്വദേശികളായ ഷാനറ്റ്, അലൻ കെ ഷിബു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്ന ജീപ്പും യുവാക്കൾ സഞ്ചരിച്ച ബൈക്കും കൂട്ടിയിടിക്കുക ആയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിൽ നിന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു BJP. പന്നിക്കടിയിലാകപ്പെട്ട മരിച്ച കർഷകന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിനൊരാൾക്ക് സർക്കാർ ജോലിയും ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരത്തിലേക്കാണ് BJP നീങ്ങുന്നത്. റോഡ് മോശമാണെങ്കിൽ റോഡ് പിരിക്കുന്നത് ശരിയാണോ എന്ന് ഹൈക്കോടതി. അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി പാലിയേക്കര ടോൾ പിരിവ് നടത്തി വെക്കണമെന്ന് ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വടകര ചോമ്പാല ദേശീയപാതയിൽ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചോമ്പാല അവിക്കര ക്ഷേത്ര സമയം താഴെത്തോട്ടത്തിൽ മാതാസ് ഭവനിൽ TT നാണുവാണ് മരിച്ചത്. മുക്കാളി KCB ഓഫീസിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടം ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ 2.5 വയസ്സുകാരി തോട്ടിൽ വീണ് മരിച്ചു. കുളത്തുങ്ങര താഴത്ത് നികിൽ വൈഷ്ണവി ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. വീടിന് അടുത്തൂടി ഒഴുകുന്ന തോട്ടിലേക്ക് കുഞ്ഞു വീഴുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനങ്ങളിൽ സാങ്കേതിക തകരാർ തുടർന്ന് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും മുംബൈയിലേക്ക് ഇന്നലെ പുറപ്പെട്ട വിമാനവും തകരാറിനെ തുടർന്ന് പുലർച്ചെ കൊൽക്കത്തയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. തിങ്കളാഴ്ചയും 3 വിമാനങ്ങൾ തകരാറിനെ തുടർന്ന് യാത്രാമധ്യേ തിരിച്ചിറക്കിയിരുന്നു. അതിനിടയിൽ ഡ്രോൺ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് അമർനാഥ് തീർത്ഥയാത്ര പാത നോ ഫ്ലൈ സോൺ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓൺലൈൻ ബൈറ്റിംഗ് ആപ്പ് കേസിൽ പ്രമുഖ ക്രിക്കറ്റ് സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്ത്യൻ മുൻ താരങ്ങളായ ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന, സിനിമാ താരങ്ങളായ സോനു സൂദ്, ഉർവശി റൊട്ടേല തുടങ്ങിയവരെയാണ് ED ചോദ്യം ചെയ്തത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആപ്പുകളുമായുള്ള സഹകരണത്തിന്റെ പേരിലാണ് നടപടി. ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യമായി പരസ്യ പ്രതികരണമായി ചൈന. സംഘർഷത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷിൻ ജിൻ പിങ് മേഖലയിലെ സ്ഥിതി ഉടൻ ശാന്തമാക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംഘർഷത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നും ഏത് രാജ്യത്തിന്റെയും സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികൾ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും ഷീ ജിൻ പിങ് പറഞ്ഞു. ഇറാനിലെ പ്രമുഖ സർക്കാർ ബാങ്കുകളൊന്നായ സെബ ബാങ്കിന് നേരെ സൈബർ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ. ഫാർസ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈബർ ആക്രമണം ബാങ്കിന്റെ ഓൺലൈൻ സേവനങ്ങളെ പൂർണ്ണമായി തടസ്സപ്പെടുത്തി. ഇസ്രായേൽ വിടാൻ താൽപ്പര്യമുള്ള വിദേശ പൗരന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ. കരമാർഗവും കടൽ വഴിയും സൗകര്യമൊരുക്കും. ഇസ്രായേൽ ഗതാഗത മന്ത്രാലയം മുഖേന ഏകോപിക്കുമെന്നും ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ വിദേശകാര്യ മന്ത്രാലയവുമായി സമ്പർക്കത്തിലെന്നും അംബാസിഡർ റുയുവൻ അസർ അറിയിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മിസൈൽ ആക്രമണത്തെ തുടർന്ന പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ അതിർത്തിയും അനിശ്ചിതമായി പാകിസ്ഥാൻ അടച്ചിട്ടതായി പാക് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാക് ഇറാൻ അതിർത്തിയിൽ അനിശ്ചിതകാലത്തേക്ക് കാൽനടയാത്രയോ വാഹന ഗതാഗതമോ ഉണ്ടാകില്ലെന്ന് സർക്കാർ അറിയിച്ചതായി പ്രധാന പാക് മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനിക്ക് ഇറാഖ് മുൻ ഭരണാധികാരി സദ്ദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ടെൽ അൽവിയിൽ ഉന്നത ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാറ്റ്സ്. എയർ ഇന്ത്യ ഇന്നലെ മാത്രം റദ്ദാക്കിയത് 5 അന്താരാഷ്ട്ര ട്രീലർ വിമാന സർവീസുകൾ. അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സർവീസുകൾ റദ്ദാക്കിയത്. ലുഫ്താൻസയുടെയും ബ്രിട്ടീഷ് എയർവേസിന്റെയും 2 ഡ്രീം ലൈനർ വിമാനങ്ങളും സർവീസ് റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു.
ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് സൈപ്രസ്. തുർക്കിയുമായി തുടർന്ന് അതിർത്തി തർക്കങ്ങളെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ സൈപ്രസ് തയ്യാറെടുക്കുന്നതാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.